Hi friends, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Streamlabs-ന്റെ യൂണിക് ഫീച്ചേഴ്സ് ആണ്. പുതിയ അപ്ഡേറ്റിൽ വന്ന യൂണിക് ഫീച്ചേഴ്സ്. അപ്പോൾ കുറേ പുതിയ ഫീച്ചേഴ്സ് Streamlabs-ൽ വന്നിട്ടുണ്ട്, വേറെ ഒന്നിലും ഇല്ലാത്ത ഫീച്ചേഴ്സ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ മൊത്തത്തിൽ തന്നെ അതിൻ്റെ ഓപ്ഷൻസിലും എല്ലാത്തിലും മാറ്റം വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റൈലിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പഴയതിൽ നിന്ന് മൊത്തത്തിലങ്ങ് മാറി. നിങ്ങൾക്ക് കാണാതെ എഴുതി കാണിക്കാൻ കാണാം. ഇപ്പോൾ മെയിനായിട്ട് വന്ന ഫീച്ചർ എന്ന് വെച്ചാൽ തീംസാണ്. തീംസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീൻ തീംസും ഉണ്ട്, ബിഡ്ജറ്റ് തീംസും ഉണ്ട്. ആദ്യം സീൻ തീംസ് നമുക്ക് നോക്കാം. സീൻ തീംസിൽ റീസെൻ്റ്ലി ആഡഡ് ആയിട്ട് സോർട്ട് ചെയ്യാം, ആനിമേറ്റഡ് ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്. പിന്നെ നമുക്ക് കാറ്റഗറീസ് സെലക്ട് ചെയ്യാം, ഏത് ഇതാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലൈവ് ആകുമ്പോഴുള്ള തീമാണ് വേണ്ടത്, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചുമ്മാ ഒരു റാൻഡമായിട്ടൊരു തീം ഓവർലേ ഇൻസ്റ്റാൾ ചെയ്യാണ്. തീം അല്ലെങ്കിൽ ഓവർലേ രണ്ടും ശരിയാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ഓവർലേ കൊടുക്കുക, ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ഓവർലേ കൊടുക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാളിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡിസൈൻസ്, ഒരു തീമാണത് ഡിസൈൻ. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സോണും അതും ഇതൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ആഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് സോണ് വിൽ ബി റൈറ്റ് ദെയറും, സ്ട്രീം സ്റ്റാർട്ടിങ് സോണും സ്ട്രീം എൻഡിങ് സോണും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ താഴെ നിങ്ങൾക്ക് കാണാം, വേറെയും കാണാം നിങ്ങൾക്ക്. അപ്പോൾ അത് ഇൻസ്റ്റാളായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. ആനിമേറ്റഡ് വേണമെങ്കിൽ പൈസ കൊടുക്കണം, സ്റ്റാറ്റിക് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രീ ആയിട്ട്. അപ്പോൾ ഓവർലേയിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, അത് വെബ് ക്യാമിൻ്റെ ആണ്. അത് വെബ് ക്യാമിൻ്റെ, അത് നമുക്ക് ഡിലീറ്റ് ആക്കി ആഡ് ചെയ്യുകയും ചെയ്യാം. യൂസർ ടൈമൊക്കെ നമുക്ക് മാറ്റാം. അത് സ്ട്രീം വിൽ ബി ടേക്കിംഗ് എ ബ്രേക്കാണത്, വിൽ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞ്. അത് നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാം. ട്വിറ്റർ, മൈ ഫേസ്ബുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, എല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. ഒരു പ്രൊഫഷണൽ ഇതായിട്ട് തോന്നും നമ്മുടെ ഇത് കാണുമ്പോൾ. ഇത് ഇൻ്റർമിഷനും വെക്കണതാണ്, അത് നമുക്ക് എന്താണ് ചെയ്യാം. ഇത് നമ്മൾ ഓഫ്ലൈൻ ആകുമ്പോൾ വെക്കണതാണ്. പിന്നെ സോഷ്യൽ മീഡിയ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അതിൽ എഡിറ്റ് ആയിക്കോളും. നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ട് സ്ക്രീനിൽ എൻഡ് സ്ക്രീനിലൊക്കെ എഡിറ്റ് ആയിക്കോളും, അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് മാനേജ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മുടെ തീംസ് മാനേജ് ചെയ്യാം. അത് നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് പല പ്രൊഫൈലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതായത് ഓരോ സമയത്ത് ഓരോ തീം എടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു തീം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അടുത്ത വേറൊരു തീമാണിത്. ഇത് ഞാൻ ഏകദേശം എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചാണ്, ടീസറൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ വെബ് ക്യാമൊന്നും ആഡ് ചെയ്തല്ല, വെബ് ക്യാമിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കണ്ടോ വെബ് ക്യാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വെബ് ക്യാമിൻ്റെ ഫ്രെയിമാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള മാറ്റാം. പിന്നെ സപ്പോർട്ട് ബോക്സ് ഉണ്ട്. സപ്പോർട്ട് ബോക്സ് എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതാണ് സപ്പോർട്ട് ബോക്സ്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇല്ല, അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേരെല്ലാം എഡിറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണേ തീംസിൽ തന്നെ ബിഡ്ജറ്റിൻ്റെ തീംസ് ഉണ്ട്. അത് നമുക്ക് സോർട്ട് ബൈ വെച്ച് ന്യൂലി ആഡഡൊക്കെ വെച്ച് സോർട്ട് ചെയ്യാൻ നമുക്ക് ബിഡ്ജറ്റ് മാത്രം മാറ്റാൻ പറ്റും. അലർട്ട് ബോക്സ് ആണ് അലർട്ട് ബോക്സ്, കോൾസ് ആണ് കോൾസ്, ചാറ്റ് ബോക്സ് ആണ് ചാറ്റ് ബോക്സ്. അപ്പോൾ ആ സാധനം മാത്രം മാറും, ആ ഒരു ബിഡ്ജറ്റ് മാത്രം മാറും, അതിൻ്റെ സ്റ്റൈൽ മാത്രം മാറും. പിന്നെ അതിൻ്റെ തീം കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് ബിഡ്ജറ്റ് തീം കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം, ആ കളറിനനുസരിച്ചുള്ളവരും. പിന്നെ അതിൻ്റെ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ്, അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിടാവുന്നതാണ്. ഇപ്പോൾ സ്റ്റാറ്റിക്കാണ് എല്ലാത്തിൻ്റെ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആനിമേറ്റഡൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോ വെർഷൻ വേണം, പൈസ കൊടുക്കണം. അപ്പോൾ എത്രയാണ് അതിൽ വരുന്നത്. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് ബോട്ടാണ്. ക്ലൗഡ് ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീം ലാബ്സ് തന്നെ മാനേജ് ചെയ്യുന്ന കുറച്ച് ബോട്ടുകളാണ്. ക്യാപ്സ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ക്യാപ്സ് ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ക്യാപിറ്റലായിട്ട് അടിക്കാനുള്ളത് മെയിൻറ്റെയിൻ ചെയ്യും. സിമ്പിൾ പ്രൊട്ടക്ഷൻ ചെയ്യും, ലിങ്ക് പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെയുള്ള എനേബിൾ ചെയ്യാം. അത് എനേബിൾ ചെയ്യണമെങ്കിൽ /mod Streamlabs എന്ന് ആദ്യമേ കമൻറ്റിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ എന്നാലാണ് അത് എനേബിൾ ആവുള്ളൂ. ഇപ്പോൾ ഓണാക്കിയിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. അതിൽ നിങ്ങൾക്ക് ടൈമേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ തന്നെ, യൂസർ മാനേജ്മെൻറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.